കൂട്ടുകാരെ, നമ്മ എല്ലാ കൂട്ടവും വെട്ടി വെച്ചിട്ട് തയ്ക്കാതെ ഇരുത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മിഷൻ 8ൻ്റെ പണിയാണ് തന്നേക്കണത്. സ്റ്റിച്ച് പിടിക്കണില്ല. പിടിക്കണമെന്നല്ല, ഭയങ്കരമായിട്ട് ഊരിപ്പോന പോലത്തെ ഒരു സൈസ് സ്റ്റിച്ച് ടൈറ്റല്ല. പിന്നെ ഇടക്കിടക്ക് സൂചി തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയിൽ നിന്ന് നൂല് പൊട്ടി ടക്ക് എന്നും പറഞ്ഞ ഒച്ചയൊക്കെ കേൾക്കണം. ഇപ്പം അയാളെ വിളിച്ച് നന്നാക്കാൻ എഴുതിയാലുണ്ടല്ലോ, ഞാനങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ വന്നപ്പോൾ വിളിച്ച് നന്നാക്കി കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ വന്ന് നന്നാക്കി തരും, പുള്ളി വീട്ടിൽ വന്ന് നന്നാക്കി തരും. 800 രൂപയാണ് പണിക്കാശ്, 250 രൂപ പെട്രോൾ കാശും കൊടുക്കണം. അപ്പോൾ 2050 രൂപ നമ്മ കൊടുക്കണം. ഒരു ചെറിയ പണിയാണ്. അങ്ങനെ 2-3 പ്രാവശ്യമായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് തന്നെ എപ്പോഴും ഞാൻ വിളിക്കും, കാരണം ജാക്ക് മിഷീനുള്ള വില വന്നു കഴിഞ്ഞാൽ പണിയാവുമല്ലോ എന്നോർത്ത്. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട, വിളിക്കണ്ട. കാരണം ഞാൻ അയാൾ ചെയ്യണത് ഇവിടെ നോക്കി നിന്നു. അയാൾ പറഞ്ഞു പൊയ്ക്കോ സാറില്ല, ഞാൻ ശരിയാക്കിക്കോളാം. ഇല്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നിന്നു. അപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം അതെങ്ങനെയാണെന്നല്ലേ നമുക്കൊന്ന് നോക്കിയാലാ. ഈ ഒരു തുണിയുമ്പോൾ നിങ്ങൾ കാണാന്നറിയില്ല, കണ്ട സ്റ്റിച്ച് പിടിക്കാതെ, പിന്നെ അതെ ചുളുങ്ങിയൊക്കെ വന്നെ കണ്ട. അതുപോലെ ഇവിടെ തരി പോലെ ആ സ്റ്റിച്ചെ പിടിച്ച് നമ്മൾ ഓരോ തുമ്പത്ത് പിടിച്ച് വരച്ചാൽ വേഗം ഊരിപ്പോരും, അങ്ങനെയൊക്കെ പോരും. അപ്പം അതുപോലെ ഒരു ഭംഗിയായിട്ട് തോന്നണില്ല, സ്റ്റിച്ച് നമ്മുടെ തുണിയിലോട്ട് പിടിച്ചിരിക്കണ പോലെ തോന്നണില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ആദ്യം ശരിയാക്കി എടുക്കണ്ടേ. അപ്പം ശരിയാവുമോ നമുക്ക് നോക്കാം, എന്നിട്ട് വിളിക്കാം എന്ന് കരുതി. അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ആദ്യം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊന്ന് അഴിച്ചെടുക്കാം നമുക്ക്. ഇതൊന്ന് അഴിച്ച് മാറ്റി സൂക്ഷിച്ച് വെക്കണം കേട്ടോ, ഒന്നും കളയരുതേ. ഇതൊന്ന് തുറന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബോബിന് ഇങ്ങനെ എടുക്കണേ കേട്ടോ. ഞാൻ ബോബിന് എടുത്തു, രണ്ടും വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് സൂചി പൊക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് എടുക്കാം. ഉണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ എന്ത് പണ്ടാരോന്നാവും, മിഷീനെങ്ങാനും ചീത്തയാലുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ നമ്മുടെ ഈ സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ നിറയെ അഴുക്കുണ്ട്. നമുക്ക് ആ അഴുക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഒരു സൂച എന്തെങ്കിലും എടുത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ, എല്ലാ ഇടയെന്നുള്ള അഴുക്കൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. കണ്ട അഴുക്ക് കണ്ട തുണിയിലോട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഞാൻ ഈ അഴുക്കൊക്കെ എല്ലാം ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ അഴുക്കുകളൊക്കെ കളഞ്ഞ് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ നൈറ്റ് തുണിയൊക്കെ പൊടിയില്ലേ ഇഷ്ടംമാതിരി കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മുകളിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഇതൊക്കെ അഴിച്ചെടുക്കൽ വലിയ പണിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതൊന്നും ഒഴിക്കാറില്ല. എനിക്ക് വന്നത് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോവും, അതുപോലെ തന്നെ പിന്നെ നൂല് ലൂസാവും, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അയാൾ ചെയ്യണത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല അയാൾ ഇത്രയൊക്കെ ചെയ്യണുള്ളെന്ന്. അപ്പോൾ എല്ലാം നമ്മൾ ക്ലിയറാക്കി. അപ്പോൾ ആ ക്ലീനിങ് സെക്ഷനൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മുടെ മിഷ്യത്തിൽ ഓൾറെഡി നിറയെ എണ്ണ ഉള്ളതാണ് അടിയിൽ. അത് ജാക്ക് മിഷനുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിലൊഴിക്കണ എണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുപ്പി മേടിച്ച് വെക്കണതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് മറ്റേ നമ്മുടെ ഓയിൽ ക്യാൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തുണി മുക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കുറച്ച് ഇത്, അപ്പോൾ ഒച്ച കുറയും. പിന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെഷീനിൽ ചവിട്ടുമ്പോൾ പൊക്കോളും. അപ്പോൾ അത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓൾറെഡി നമ്മുടെ വിഷയത്തിൻ്റെ ഉള്ളിൽ ഇഷ്ടംമാരെ എണ്ണ കിടപ്പുണ്ട്. നമ്മൾ എപ്പോഴും എണ്ണ ഒഴുക്കി എടുക്കുകയൊന്നും വേണ്ട. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് അത് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ നൂല് ഞാൻ സൂചിമേ നൂരണേണേ. ഊരിയതിന് ശേഷം ഞാൻ ഒന്ന് പതുക്കെ ചവിട്ടി കൊടുക്കണുണ്ട് കേട്ടോ. കണ്ട, അപ്പം ഒച്ച പോയി, ഒരു ഒച്ച ഉണ്ടായിരുന്നു. ഇനി നമുക്ക്
ഈ സംഭവം ഇട്ടങ്ങോട്ടൊന്ന് മൂടുക. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ അതേ കണ്ട നിറയെ അഴുക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എടുക്കണ തുണിയുമ്പോൾ അഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, തുണി അങ്ങനത്തെയാണ് കണ്ട, അഴുക്ക് ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് തുടച്ച് ക്ലീനാക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള അഴുക്ക് ഒന്ന് ക്ലീനാക്കി എടുക്കുക, അമർത്തി തുടച്ചാൽ മതി. അപ്പം അങ്ങോട്ട് പൊക്കും. പിന്നെ നമുക്കിതൊന്ന് സൂചി പൊക്കി മുകളിലോട്ട് എടുത്തിട്ട്, അപ്പോൾ സൂചി ഇപ്പോൾ ഞാൻ എടുത്തോട്ട് മാറിയതാണ് കേട്ടോ, എൻ്റെ സൂചി എടുത്ത് തുമ്പ് പോയിട്ട് ഞാൻ മാറിയതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റിന് വെച്ചിട്ട് നമ്മുടെ സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഇത് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രൂ പോയാൽ പാടാണേ. അപ്പോൾ നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മൂടണ കേട്ടോ, മൂടി കറക്റ്റ് ചെയ്ത് മൂടി എണ്ണയൊക്കെ ഒഴിച്ചു. ഒന്നും കൂടി നമുക്കൊന്ന് ചവിട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ ആ ഒച്ച പോയി ഭയങ്കര കിടക്കിടക്കിട എന്താ ഒച്ച ഉണ്ടായിരുന്നു, തങ്ങൾ കുറേ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബോബിൻ കേസ് എടുക്കുക, അല്ല കേസ് ഇടുക കണ്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിലും ചെറിയ നൂലൊക്കെ ഇരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോബിനിട്ട് ഇത് ഒന്ന് ശരിയാക്കി എടുക്കും. ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതായത് ഞാൻ ഇടാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടെ അഴുക്ക് കണ്ട കാരണം ഞാനതൊന്ന് കളഞ്ഞ്. അപ്പോൾ ഇത് ചെറിയ പിടുത്തമുണ്ട് കണ്ട, ടെൻഷൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് പോകുന്നില്ല, ചെറിയൊരു ടെൻഷനും ഉണ്ട്. എന്നാലും നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. അപ്പം ഞാൻ ഇതെൻ്റെ അടിയിലോട്ട് ഇടണേണ്, സാധാരണ ഇടണമാരാനെ ഇട്ട്. അപ്പം എൻ്റെ ഒരു 2-3 മടക്കായിട്ട് കനത്തിലാണ്ട് ഒന്ന് വെച്ച് കൊടുക്കണം, നമുക്ക് ശരിയായാന്ന് അറിയണ്ടേ നൂല്. അപ്പം നൂല് ഒരുവിധം ശരിയായിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി ഉണ്ട് കണ്ടോ, ഊരിപ്പോരരുത്, ഒന്നും കൂടി ഉണ്ട്, ഒരു ചെറിയ തടിപ്പ് കൂടിയുണ്ട്. അപ്പോൾ എവിടെയോ ഒരു നൂൽ കഷ്ണം ഉണ്ടായിട്ടാണ് അത് അങ്ങനെ വന്നേക്കണേ എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ ടെൻഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇപ്പം എനിക്കിപ്പോഴും ഒരു തൃപ്തി ആയിട്ടില്ല. കാരണം അതുണ്ടോ, കൈ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് നൂല് ഓടിയിട്ട് ഇങ്ങനെ ഓടണ കയ്യിൽ കണ്ട. നമുക്കിതൊന്ന് മാറ്റിയെടുത്തിട്ട് നമ്മുടെ ബോബിനും കേസും കൂടി ഒന്ന് ഊരിയെടുക്കാം. ഞാൻ എൻ്റെ ബോബിൻ കേസ് ഊരിയെടുക്കേണ്ട കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇതെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്തതാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആക്കിയില്ല. അപ്പോൾ ചെറിയ സൂചി വേണം കേട്ടോ ഇതിന്. അതായത് നമ്മൾ ഹെമ്മിങ് ചെയ്യണ സൂചിയില്ല, അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉള്ളിലോട്ടൊന്ന് ഇട്ട് നോക്കുക. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നൂലുണ്ടെങ്കിലും സ്റ്റിച്ച് പിടിക്കാൻ പാടാണ്. ദേ കണ്ടതേ, ഒരു ചെറിയ നൂലുണ്ട്, ചെറിയൊരു കഷ്ണം നൂലാണ്. നിങ്ങൾ കാണണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ദേ ഇത് ഇവിടെ ഇരിപ്പുണ്ട് കണ്ട, ഒരു പൊടി കഷ്ണം നൂല്. ദേ ഇതാണ് കാണണ്ട. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം നൂലിരുന്നിട്ടാണ് നമുക്ക് ആ സ്റ്റിച്ച് അങ്ങനെ ആയത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ നൂലാണത്, ഞാൻ ഇതിട്ടാണ് അടിച്ചിരുന്നത്. ജീൻസ് അടിക്കാൻ ആ ജീൻസ് മിടിയാക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ട് സ്റ്റിച്ച് പിടിക്കാതെ കണ്ട. അപ്പോൾ ഈ ഒരു നൂൽ കഷ്ണമാണ് ഞാൻ ഇതിട്ട് അടിച്ചിരുന്ന വെച്ചപ്പോൾ കയറിയതാണെന്ന് തോന്നണം. അപ്പോൾ ആ നൂൽ കഷ്ണം ഇതാണ്, ഇതേ കിടക്കണ കണ്ട. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആ നൂല് മാറ്റിയിട്ട് റെഡ് നൂലാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്കതൊരു കട്ടിയുള്ളതും വേണം അടിക്കണത്. ഇപ്പം കുഴപ്പമില്ലാണ്ട് ടെൻഷനില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇത്രയും ടെൻഷൻ അധികം ഇതിന് പാടില്ല, അതാണത്. നമുക്കിതിലേക്ക് ഇടാം. പിടിച്ച് സൂചി എടുത്ത് കണ്ടോ. ഇത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്നും കൂടി ഞാൻ പറയാം കേട്ടോ, എന്നാലും അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, സ്റ്റിച്ച് ശരിയായില്ലെങ്കിൽ ഇതൊന്ന് നമ്മൾ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അകത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കണ്ടോ,
ഇതാണ് നമ്മളുടെ സ്റ്റിച്ചിൻ്റെ അകലം നോക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ 2ലാണ് ഇട്ടേക്കണത്. ഞാൻ 2 എപ്പോഴും ഇടാറുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ശരിയായില്ലെങ്കിൽ ഇതൊന്ന് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇട്ട് നോക്കുക. അതുപോലെ ഈ ടെൻഷൻ, നമ്മുടെ ഇവിടുത്തെ നൂലിന് ടെൻഷൻ അധികം പാടില്ല, ഫ്രീ ആയിട്ടിരിക്കണം. അപ്പം ഞാനതൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഫോണിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എടുക്കണോണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വരും. അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ ഒരു ടെൻഷൻ കൊടുക്കാൻ പാടില്ല. ടെൻഷൻ ഇല്ലാണ്ട് ഈ സാധനം ഇങ്ങനെ കണ്ട ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതും ശരിയാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതേണ്ട ഒരു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പൊടി നൂല് മതി നമ്മുടെ കാര്യങ്ങളെല്ലാം സ്ലോപ്പാകാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, വലുതാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഇത് വിളിച്ച് ചെയ്യണ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക, അത്രയേ ഉള്ളൂ. അതേ ജീൻസില്ലേ, നമ്മുടെ ജീൻസിൻ്റെ ഒരു ഭാഗം കൊണ്ട് എടുത്തേക്കണത്. എന്നിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് ഞാനിതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കണേണ്. അപ്പം നൂല് ഒന്ന് വലിച്ചെടുക്കുക. അതിനുശേഷം നൂല് കറക്റ്റായിട്ട് ഇപ്പുറത്തോട്ടാക്കുക, കെട്ടിടുക, എന്നിട്ടൊന്ന് അടിച്ചു നോക്കിയേ. അടിപൊളി, നമ്മുടെ സ്റ്റിച്ച് റെഡിയായി കണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി മടക്കിയിട്ട് അടിച്ച് നോക്കാം കേട്ടോ. ചൂടായ സൂചി ചൂടായിരിക്കുമ്പോൾ നൂല് വലിക്കുമ്പോൾ പതുക്കെ വലിക്കണം, അല്ലെങ്കിൽ സൂചിക്കൊരു വളവ് വരും കേട്ടോ. അപ്പോൾ ബോബിൻ കേസ് ചെന്ന് ഇടിക്കും, പിന്നീട് അതിലും വലിയ പണി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മടക്കി വെച്ചിട്ട് അടിക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഒന്ന് മടക്കി കണ്ട. ഇപ്പം ഈ മടക്ക് എത്രയായി, അതിൻ്റെ മുകളിൽ കൂടെ മടക്കിയപ്പോൾ 1 മടക്കി 2 മടക്കി 4 പീസ് ഉണ്ട്. 1 2 3 4 പീസ്. ഇപ്പോൾ മനസ്സിലായില്ല എന്താണ് സംഭവിച്ചിരുന്നത്. ഇപ്പം ഇതെങ്ങനെയാണ്, ഇതാദ്യം നമ്മൾ ഒന്ന് ശ്രമിച്ച് നോക്കണം. പേടിച്ചിട്ട് ചെയ്താൽ നടക്കൂല കേട്ടോ, പേടിയില്ലാണ്ട് ചെയ്യണം. നമ്മുടെ അടിപൊളി സ്റ്റിച്ചൊക്കെ റെഡിയായി. നമ്മൾ ജീൻസിൻ്റെ ഇതിന്മേൽ തയ്ച്ചെടുത്ത് 2-3 ദിവസമായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് അതിൻ്റെയൊക്കെ ഞാൻ ജാക്ക് മെഷീൻ്റെ റിപ്പയറിംഗ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചൊക്കെ നോക്കിയിട്ടാ, അതൊന്നും റെഡിയായി കിട്ടില്ല. കാരണം അതിൻ്റെ സ്ക്രൂ, നമ്മുടെ ബോബിൻ കേസിറുന്ന സ്ഥലത്തെ നിറച്ച് സ്ക്രൂവാ, 4 സ്ക്രൂ ഉണ്ട്. അതൊക്കെ അഴിച്ചിട്ട് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ തീർന്നില്ലേ പരിപാടി. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നൂല് പൊട്ടിപ്പോണ്, സ്റ്റിച്ച് പിടിക്കണില്ല എന്നുള്ള ചെറിയ പരിപാടിക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻ്റ് അടിക്കാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.